ഹലോ ഫ്രണ്ട്സ്, നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കക്ക റോസ്റ്റ് ഉണ്ടാക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. 1/2 കിലോ കക്കയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ലേശം വെള്ളം ഒഴിച്ച് ഒരു കുക്കറിൽ വേവിക്കാൻ വെക്കുക. മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വെച്ചാൽ മതിയാവും. ഇതിലാവശ്യമായിട്ടുള്ളത് 2 മീഡിയം സൈസ് സവോള, 20ഓളം ചെറിയുള്ളി, ആവശ്യത്തിന് കറിവേപ്പില, 7-8 വലിയ വെളുത്തുള്ളി, 1.5 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി, 4-5 പച്ചമുളക്, കുറച്ച് തേങ്ങാക്കൊത്ത്. ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർക്കുക. ഇത് ഓപ്ഷണലാണ് കേട്ടോ, ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ മൂപ്പിച്ചതിന് ശേഷം ചെറിയ ഉള്ളി ചേർത്ത് കുറച്ച് നേരം വഴറ്റുക. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് അതും കുറച്ച് നേരം വഴറ്റുക. ശേഷം സവോള ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് ഇളക്കുക. അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർക്കാം. സവോള നന്നായി വാടി നിറം മാറുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ഇവ വഴറ്റി വെച്ചിരിക്കുന്ന സവോളയിലേക്ക് ചേർത്ത് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കുക. പൊടിയുടെ പച്ചമണം മാറിയതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക വെള്ളത്തോടുകൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. മസാലയും കക്കയും എല്ലാം കൂടി നന്നായി യോജിപ്പിച്ച് മസാലയൊക്കെ പിടിക്കുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാം. അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് നന്നായി ഇളക്കി കൊടുക്കുക. കക്കയിലെ വെള്ളം ഒരുവിധം വറ്റുന്നത് വരെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളകും ഫ്രഷായി പൊടിച്ച് ഇതിലേക്ക് ചേർക്കാം. പൊടിയുടെ പച്ചമണം പോകുന്നത് വരെ ഇളക്കി ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കുക. നന്നായി ഇളക്കി ആവശ്യത്തിന് റോസ്റ്റ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കക്ക റോസ്റ്റ് റെഡി. പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.